എല്ലാവർക്കും നമസ്കാരം. ഇയർ ഓഫ് എൻ്റർപ്രൈസ് എന്ന പേരിൽ വ്യവസായ വകുപ്പ് കഴിഞ്ഞ 3 വർഷങ്ങളായി നടപ്പിലാക്കിയ MSME മേഖലയെ ശക്തിപ്പെടുത്താനുള്ള ക്യാമ്പയിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വിശദമാക്കിയിരുന്നു. കഴിഞ്ഞ 3 വർഷവും കേരളത്തിൽ സംരംഭം രൂപീകരിക്കാൻ താല്പര്യപ്പെട്ടു വരുന്ന ആളുകൾക്ക് പൊതുബോധവൽക്കരണ ശില്പശാലയും ലോൺ മേളയും ജനറൽ ഓറിയൻറ്റേഷൻ ട്രെയിനിങ് ആൻഡ് ലോൺ മേള നടത്തിക്കൊണ്ട് അവർക്ക് വേണ്ട 1-to-1 ഹാൻഡ് ഹോൾഡിംഗ് മാർക്കറ്റിംഗ് സപ്പോർട്ട് നൽകിക്കൊണ്ട് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സിൻ്റെ നേതൃത്വത്തിലും വ്യവസായ വകുപ്പിൻ്റെ ജില്ലാ ടീമിൻ്റെ ലീഡർഷിപ്പിലും വളരെ മികച്ച രീതിയിൽ ഇയർ ഓഫ് എൻ്റർപ്രൈസ് എന്ന ക്യാമ്പയിൻ ഫീൽഡ് തലത്തിൽ നടപ്പിലാക്കി. റിസൾട്ടും ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ സൂചിപ്പിച്ചു. കഴിഞ്ഞ 3 വർഷങ്ങളായി 3.5 ലക്ഷത്തോളം സംരംഭങ്ങളാണ് കേരളത്തിൽ രൂപീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ക്യാമ്പയിനും ഇൻറ്റേൺസിൻ്റെ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സിൻ്റെ ഫീൽഡ് തലത്തിലുള്ള ഇടപെടലും കൂടാതെ വ്യവസായ മേഖലയിൽ MSME മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സഹായിച്ചത് ഒട്ടേറെ നയപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ വ്യവസായ വകുപ്പ് എടുത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തൊക്കെ നയപരമായിട്ടുള്ള കാര്യങ്ങളാണ് സംരംഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത്, ആ പോളിസിയും ഈ ക്യാമ്പയിനും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് തീർച്ചയായും വ്യവസായ വികസനം സാധ്യമായത് എന്നുള്ളതുകൊണ്ട് ഈ പോളിസി സംബന്ധിച്ച കാര്യങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇത് ഒരുമിച്ച് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പോളിസിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, നമ്മൾ ഫീൽഡ് തലത്തിൽ ബോട്ടം അപ്പ് പ്ലാനിങ്ങിലൂടെയാണ് ഈ കാര്യങ്ങൾ തുടങ്ങിയത്. ഫീൽഡ് തലത്തിൽ സംരംഭ മേഖലയിൽ ശക്തിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഫീൽഡ് തലത്തിൽ നിന്ന് അവതരിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പോളിസിയിലുണ്ട്. ആദ്യം കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ സംരംഭം തുടങ്ങണമെങ്കിൽ ഭൂമി വേണം, അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കിയാൽ മാത്രമേ സംരംഭ രൂപീകരണം സാധ്യമാവൂ. അതേപോലെ സ്ഥലം ആവശ്യമാണ്. ചില സംരംഭങ്ങൾ അല്ലെങ്കിൽ ഒട്ടേറെ സംരംഭങ്ങൾ ആളുകൾ അവരവരുടെ സ്വന്തം സ്ഥലത്ത് തുടങ്ങുകയാണ്. എന്നാൽ കോമൺ ആയിട്ടൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടെങ്കിൽ കുറേ സൗകര്യമുണ്ട്. ലൈസൻസ് കിട്ടാൻ എളുപ്പമാണ്, എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ്, അതേപോലെ മാലിന്യ സംസ്കരണമൊക്കെ വളരെ എളുപ്പമാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് കോമൺ ആയിട്ട് പാർക്കുകൾ കൂടുതൽ തുടങ്ങാനും പിന്നെ സ്വന്തം സ്ഥലത്ത് തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനും അങ്ങനെ സംരംഭങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഫീഡ്ബാക്ക്. അങ്ങനെ 5 പ്രധാന പോളിസിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനെ കുറിച്ചും പറയാം. ആദ്യത്തേത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ സ്വീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കേരളത്തിൽ ഏകദേശം 140ഓളം വ്യവസായ പാർക്കുകളുണ്ട്. ഈ 140 വ്യവസായ പാർക്കുകളിലും 6000ഓളം സംരംഭങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള ഈ പാർക്കുകളിലുള്ള സംരംഭങ്ങൾക്ക് നിലവിലുള്ള പാർക്കുകളെ നിയന്ത്രിക്കുന്ന റൂൾസ് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഫീഡ്ബാക്കാണ് ആദ്യം വന്നിട്ടുള്ളത്. ചില സംരംഭങ്ങൾ അവർക്ക് ഇതൊന്ന് മാറിയിട്ട് പുതിയൊരാൾക്ക് സംരംഭം തുടങ്ങാൻ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള, എക്സിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് അവരുടെ കയ്യിലുള്ള കൂടുതൽ സ്ഥലം അടുത്തൊരു മേഖലയ്ക്ക് വേണ്ടി വികസിപ്പിക്കാൻ ആഗ്രഹമുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് കേരളത്തിലെ നിലവിലുള്ള ഇൻഡസ്ട്രിയൽ ലാൻഡിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ റൂള് മാറ്റിക്കൊണ്ട് വലിയൊരു മാറ്റമാണ് ആദ്യഘട്ടത്തിൽ വ്യവസായ വകുപ്പ് ചെയ്തിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചറിലെ നിലവിലുള്ള സംരംഭകർക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. അത് ചെയ്യാൻ സാധിച്ചു. പിന്നീട് പുതിയ 2 പോളിസികൾ കൊണ്ടുവന്നത് ക്യാമ്പസ് വ്യവസായ പാർക്കും പ്രൈവറ്റ് വ്യവസായ പാർക്കും തുടങ്ങാനുള്ള അനുമതി നൽകുക എന്നുള്ളതാണ്. സംരംഭകർ വളരെ താല്പര്യത്തോടുകൂടി സ്വീകരിച്ച ഒരു പോളിസിയായിരുന്നു പ്രൈവറ്റ് വ്യവസായ പാർക്കുകൾ തുടങ്ങാനുള്ള പോളിസി. 10 ഏക്കറെങ്കിലും ഭൂമിയുള്ള ഒരാൾ, അദ്ദേഹം ആ 10 ഏക്കർ ഭൂമി വ്യവസായം തുടങ്ങാൻ വേണ്ടി വരികയാണെങ്കിൽ പ്രൈവറ്റ് വ്യവസായ പാർക്ക് എന്ന സ്റ്റാറ്റസ് കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 40ഓളം പേര് ഇതുവരെ പ്രൈവറ്റ് വ്യവസായ പാർക്കിനുള്ള അപേക്ഷ തരികയും അവർക്ക് അതിനുള്ള അനുമതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 10 ഏക്കർ ഭൂമിയിൽ വളരെ ലിബറലായിട്ടുള്ള പോളിസിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അദ്ദേഹത്തിന് സ്വന്തം സംരംഭമായിട്ട് തുടങ്ങാം. ഇത് സംരംഭങ്ങൾക്ക് വേണ്ടി പ്ലോട്ടായി തിരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അലോട്ട് ചെയ്യാം. ഇനി സ്വന്തമായി 10 ഏക്കർ ഭൂമി ഇല്ലെങ്കിലും 30 കൊല്ലത്തേക്ക് 10 ഏക്കർ ഭൂമി ലീസിനെടുത്തുകൊണ്ട് ആ ഭൂമി പ്രൈവറ്റ് വ്യവസായ പാർക്കായിട്ട് നാമകരണം ചെയ്യാൻ സാധിക്കും. പിന്നെ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം, ഇൻറ്റേർണൽ റോഡ്, വെള്ളം, വൈദ്യുതി, കുടിവെള്ളം ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ റീഇംബേഴ്സ്മെൻ്റായിട്ട് 3 കോടി രൂപ വരെ കൊടുക്കുന്ന സബ്സിഡി കൂടെ പ്രൈവറ്റ് വ്യവസായ പാർക്കിൻ്റെ കൂടെ നൽകാമെന്ന പോളിസി എടുത്തു. അപ്പോൾ പ്രൈവറ്റ് വ്യവസായ പാർക്കിന് 3 കോടി രൂപ സബ്സിഡിയോടുകൂടി അനുമതി കൊടുക്കുക എന്നുള്ളൊരു പോളിസിയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പുതുതായിട്ട് രൂപീകരിച്ചിട്ടുള്ളത്. ഇതേ നയം തന്നെ ക്യാമ്പസ് പാർക്കുകളിലേക്കും എടുത്തു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ അക്കാഡമി ഇൻഡസ്ട്രി ലിങ്കേജ് ശക്തിപ്പെടുത്താൻ വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടെ സ്ഥാപനത്തോടനുബന്ധിച്ച് ഭൂമിയുണ്ടെങ്കിൽ
ആ ഭൂമി AICTO UGCO നിഷ്കർഷിക്കുന്ന ഒരു ഏരിയ വേണ്ടി വരും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്. അതിനേക്കാൾ കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമി വ്യവസായ പാർക്കിന് വേണ്ടി നൽകാം. ഗവൺമെൻറ് നൽകേണ്ട ആവശ്യമില്ല, അവർക്ക് തന്നെ ക്യാമ്പസ് പാർക്കായിട്ട് ഇതിനെ വികസിപ്പിക്കാം. ഇതിനും നേരത്തെ സൂചിപ്പിച്ച പോലെ സബ്സിഡി കൊടുക്കാനുള്ള തീരുമാനവും എടുത്തു. അപ്പോൾ പ്രൈവറ്റ് പാർക്കും ക്യാമ്പസ് പാർക്കും രൂപീകരിക്കുക എന്നുള്ളതും നിലവിൽ KSIDC, കിൻഫ്ര, ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ് ഇവരുടെ എല്ലാവരുടെയും കീഴിലുള്ള പാർക്കുകളിലുള്ള നിലവിലുള്ള റൂള് മാറ്റുക എന്നുള്ളതും ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെടുത്ത സുപ്രധാനമായ തീരുമാനങ്ങളായിരുന്നു. മറ്റൊരു മേഖലയിൽ ഞങ്ങൾ മാറ്റം വരുത്തിയത് സംരംഭം തുടങ്ങാൻ ആവശ്യമായ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൂട്ടാനുള്ള നടപടികളാണ്. 10 ലക്ഷം രൂപയിൽ താഴെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംരംഭകർ കുറേ അധികം പേരുണ്ട്. മൈക്രോ സംരംഭങ്ങൾ തുടങ്ങുകയും ഈ സംരംഭത്തിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 10 ലാഖിൽ കുറവാവുകയും ചെയ്യുന്ന ധാരാളം ചെറുകിട സംരംഭകർക്ക്, സൂക്ഷ്മ സംരംഭകർക്ക് എല്ലാ ബാങ്ക് ലോൺസും 4% വായ്പ പലിശയിൽ ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട പോളിസി. ബാങ്ക് ചിലപ്പോൾ 10%-നോ 12%-നോ ആയിരിക്കും വായ്പ നൽകുന്നുണ്ടാവുക. അതിൽ നിന്നും ഒരു ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കൊടുത്തുകൊണ്ട് 6% സബ്വെൻഷൻ കൊടുത്തുകൊണ്ട് ആളുകൾക്ക് 4% വായ്പ കിട്ടുന്ന രീതിയിൽ ഒരു പോളിസി കൊണ്ടുവന്നു. അപ്പോൾ 10 ലക്ഷത്തിൽ താഴെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു സ്കീമിൻ്റെ പ്രയോജനം ലഭിക്കുകയുണ്ടായി. ഇനി 10 ലക്ഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഈ സ്കീം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. 20 ലക്ഷമാണ് ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 10 ലക്ഷത്തിന് ഈ സബ്സിഡി കിട്ടും. അപ്പോൾ 4% പലിശയ്ക്ക് സംരംഭ വായ്പകൾ ലഭിക്കുക എന്നുള്ളൊരു പോളിസി കൊണ്ട് ഒട്ടേറെ സംരംഭങ്ങൾക്ക് സഹായം ലഭിക്കാൻ സാധിച്ചു. അതേപോലെ പുതിയ 2-3 സ്കീമുകൾ, എൻ്റർപ്രണർഷിപ്പ് സപ്പോർട്ട് സ്കീം എന്ന സ്കീമിൻ്റെ ഒരു സംരംഭം തുടങ്ങിയാൽ 40% സബ്സിഡിയോടുകൂടി 40 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന സ്കീമിനെ കുറച്ചുകൂടെ ലിബറലാക്കി മാർജിൻ മണി ഗ്രാൻഡ് എന്നൊരു സ്കീം തുടങ്ങി. അങ്ങനെ ഒട്ടേറെ സംരംഭങ്ങൾക്ക് ആവശ്യമായ സ്കീമുകൾ തുടങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ് ഫണ്ട് സപ്പോർട്ടിൻ്റെ മേഖലയിൽ രണ്ടാമതായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ചില പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സംരംഭങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ സംരംഭങ്ങൾ സാധാരണ ഇൻഷുർ ചെയ്യാറില്ല. അപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു പ്രതിവിധി. അപ്പോൾ ഇൻഷുറൻസിന് വേണ്ടി ഗവൺമെൻറ് മറ്റൊരു സ്കീം കൊണ്ടുവന്നു. സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ 50% തുക ഗവൺമെൻറ് തരാം എന്നുള്ളൊരു സ്കീം കൊണ്ടുവന്നു. അതിൽ നല്ല രീതിയിൽ രജിസ്ട്രേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തദ്ദേശ സ്ഥാപന തലത്തിലും സംരംഭങ്ങൾ രൂപീകരിക്കാനുള്ള എക്കോസിസ്റ്റം വർദ്ധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംരംഭ രൂപീകരണത്തിൽ അവാർഡ് നൽകാൻ തീരുമാനിച്ചു. ആ മികച്ച പഞ്ചായത്തുകൾക്ക് സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അവാർഡ് കൊടുക്കുന്നത് വഴി പഞ്ചായത്തുകളുടെ ഇടയിലും നല്ല സംരംഭങ്ങൾ തുടങ്ങാനും കൂടുതൽ പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യമിടാനുമുള്ള അവരുടെ ഒരു ലക്ഷ്യത്തിലേക്ക് പതുക്കെ ഈ ഒരു സ്റ്റെപ്പ് നയിച്ചു. അപ്പോൾ MSME അവാർഡ്സ് വിപുലീകരിച്ചു എന്നുള്ളതാണ് മറ്റൊരു പോളിസി ഈ മേഖലയിൽ ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള പുതിയ പ്രോഗ്രാം എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോൾ വലിയൊരു ഫീഡ്ബാക്ക് വന്നിട്ടുള്ളത് സംരംഭങ്ങൾ ഒട്ടേറെ പേർ തുടങ്ങുന്നുണ്ട്, പക്ഷേ അതിനെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്താൻ സ്കെയിലപ്പ് ചെയ്യാനുള്ള പദ്ധതികൾ കുറവാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ കേരളത്തിലെ മിഷൻ 1000 എന്ന പേരിൽ 1000 സംരംഭങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടി 2 കോടി വരെ സബ്സിഡി, അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അതിന് 50% ഇൻട്രസ്റ്റ് സബ്സിഡി, അവർക്കൊരു DPR തയ്യാറാക്കാൻ 1 ലക്ഷം രൂപ കൊടുക്കൽ, അങ്ങനെ വളരെ ലിബറലായിട്ടുള്ള മിഷൻ 1000 എന്ന പേരിൽ 1000 സംരംഭങ്ങളെ സ്കെയിലപ്പ് ചെയ്യാനുള്ളൊരു പദ്ധതി കൂടെ ആവിഷ്കരിച്ചു. ഇപ്പോൾ ഏകദേശം 500 സംരംഭങ്ങളെ ഈ പദ്ധതിയിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഒരു വശത്ത് മികച്ച രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് നൽകി, രണ്ടാമത് പോളിസി അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ പുതുതായിട്ട് ആവിഷ്കരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കിക്കൊണ്ട് എക്കോസിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ്. പുതുതായിട്ട് കുറച്ച് സബ്സിഡി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യുകയോ ചെയ്താൽ മാത്രം പോരാ എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ എന്നുള്ള ഫീഡ്ബാക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഫെസിലിറ്റേഷൻ എന്ന മേഖലയാണ് ശക്തിപ്പെടുത്തിയ മറ്റൊരു മേഖല. അതിനുവേണ്ടി നേരത്തെ സൂചിപ്പിച്ചാണ് ഏറ്റവും വലിയൊരു സ്റ്റെപ്പ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഓരോ തദ്ദേശ സ്ഥാപനത്തിലും MSME ഫെസിലിറ്റേറ്ററെ നിയമിച്ച ഒരു നടപടി സ്വീകരിച്ചത്. അതുകൂടാതെ താലൂക്ക് തലത്തിലും കേരളത്തിലെ എല്ലാ താലൂക്കിലും താലൂക്ക് റിസോഴ്സ് പേഴ്സൺ എന്നുള്ള പേരിൽ MSME ഫെസിലിറ്റേറ്ററെ നിയമിക്കുകയും ജില്ലാതലത്തിലും ഒരു ഫെസിലിറ്റേറ്ററെ നിയമിക്കുകയും ചെയ്തു. സോ വ്യവസായ വകുപ്പിൻ്റെ ഏത് ഓഫീസിൽ പോയാലും കേരളത്തിലെ ഏത് പഞ്ചായത്ത് ഓഫീസിൽ പോയാലും സംരംഭം തുടങ്ങാൻ സഹായിക്കാനുള്ള ഒരാളുണ്ടാവും എന്നുള്ള ഒരു ശക്തമായ ഫെസിലിറ്റേഷൻ സംവിധാനം നിലവിൽ വന്നു. അതുകൂടാതെ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടാവും, ഗ്രീവൻസസ് ഉണ്ടാവും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ലൈസൻസ് കിട്ടിയില്ല, അല്ലെങ്കിൽ അവിടെ ഡിലേ വരുന്നു, ഫയറിൻ്റെ NOC കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ധാരാളം
ഗ്രീവൻസ് സംരംഭം തുടങ്ങാൻ അല്ലെങ്കിൽ ആരെങ്കിലും വ്യാജമായിട്ട് പരാതി കൊടുത്തു എന്നൊക്കെയുള്ള ഗ്രീവൻസ് റിഡ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് സംരംഭത്തിൻ്റെ ഈ സൈക്കിളിൽ വളരെ പ്രധാനപ്പെട്ടാണ്. ഒരു ഓൺലൈൻ ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം കൊണ്ടുവന്നു എന്നുള്ളതാണ് ഫെസിലിറ്റേഷൻ ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആർക്കും ഓൺലൈനായിട്ട് പരാതി സമർപ്പിക്കാം. അത് ഉടനെ തന്നെ ബന്ധപ്പെട്ട വകുപ്പിലേക്ക് ഫോർവേഡ് ചെയ്യും. അവരുടെ റിപ്പോർട്ട് സഹിതം ജില്ലാതലത്തിലുള്ള ഒരു കമ്മിറ്റി അത് ചർച്ച ചെയ്ത് അതിൽ തീരുമാനമെടുക്കും എന്നുള്ള തലത്തിലേക്ക് ഒരു ശക്തമായ ഓൺലൈൻ ഗ്രീവൻസ് റിഡ്രസൽ നെറ്റ്വർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഇയർ ഓഫ് എൻ്റർപ്രൈസ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് രൂപീകരിക്കേണ്ടായി. മറ്റൊരു MSME മേഖലയിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് കിട്ടാൻ വൈകുന്നു എന്നുള്ളതായിരിക്കാം. ഒരു MSME ഒരു പൈപ്പ് ഉണ്ടാക്കുന്ന MSME ആണെങ്കിൽ അവർ പൈപ്പ് ഉണ്ടാക്കി മറ്റൊരാൾക്ക് കൊടുത്തു. അദ്ദേഹം അതിനുള്ള പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെ പേയ്മെൻറ്റ് കിട്ടാതിരിക്കുന്ന വഴി ഇവരുടെ ക്യാഷ് ഫ്ലോ അപകടത്തിലേക്കാവുകയും പുതിയ റോ മെറ്റീരിയൽ എടുക്കാൻ പറ്റില്ല, സംരംഭത്തിന് വായ്പ തിരിച്ചടവ് കൃത്യമായി അടക്കാൻ പറ്റില്ല, അങ്ങനെ അപകടത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ ഡിലേയ്ഡ് പേയ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി MSME ഫെസിലിറ്റേഷൻ കൗൺസിൽ എന്നുള്ള ഒരു സംവിധാനം നിലവിലുണ്ട്. അത് കേരളത്തിൽ ഒന്നുകൂടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ 3 റീജിയണിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് 3 റീജിയണിലും ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് MSMEകളെ ഡിലേയ്ഡ് പേയ്മെൻറ്റിൻ്റെ കേസുകളിൽ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി 3 റീജിയണൽ ബോഡികൾ രൂപീകരിച്ചു എന്നുള്ളതാണ് ഫെസിലിറ്റേഷൻ മേഖലയിൽ ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട ഇൻ്റർവെൻഷൻ. ഇതുകൂടാതെ ജില്ലാതലത്തിൽ മാർക്കറ്റിംഗ്, DPR പ്രിപ്പറേഷൻ, ടാക്സ് തുടങ്ങിയ മേഖലകളിൽ ഒരു 12ഓളം മേഖലകളിൽ എക്സ്പേർട്ടിനെ രൂപീകരിച്ചുകൊണ്ട് ഒരു പാനൽ ഉണ്ടാക്കി. അതിന് MSME ക്ലിനിക് എന്ന പേര് കൊടുത്തു. ഏതെങ്കിലും MSME, നമ്മൾ സാധാരണ അസുഖം വന്നാൽ ഡോക്ടറെ കാണാൻ പോകുന്നത് പോലെ ഏതെങ്കിലും MSMEക്ക് അസുഖം വന്നാൽ, ടാക്സ് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ MSME ക്ലിനിക്കിൽ ജില്ലാ ഓഫീസറെ ബന്ധപ്പെടുകയാണെങ്കിൽ സൗജന്യമായിട്ട് ടാക്സിൻ്റെ കൺസൾട്ടേഷൻ ചെയ്തു കൊടുക്കും. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, അവരുടെ ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ആയാലും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വേദിയായാലും ബില്ലിലെ ഡിലേ പേയ്മെൻ്റ് ആയാലും എന്ത് സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റേഷൻ ആയാലും MSME ഫെസിലിറ്റേഷൻ മേഖലയിൽ ധാരാളം സഹായങ്ങൾ ചെയ്യാനുള്ള പോളിസിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. 3 മേഖലയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി, എങ്ങനെ ഫെസിലിറ്റേഷൻ ശക്തിപ്പെടുത്തി, എന്തൊക്കെ പുതിയ സബ്സിഡി സ്കീമുകളാണ് രൂപീകരിച്ചത്. ഇതും കൂടാതെ 2 കാര്യങ്ങൾ കൂടെ ചെയ്തത്. അതിലൊന്ന്, 4ാമത്തെ കാര്യം മാർക്കറ്റിംഗ് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. തീർച്ചയായും മാർക്കറ്റിംഗ് ഗവൺമെൻറ്റിന് അതിലിടപെടുന്നതിലൊരു പരിമിതിയുണ്ട്. എന്നിരുന്നാലും പരമാവധി സഹായങ്ങൾ MSMEകളുടെ മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തലത്തിൽ ചെയ്യുന്നുണ്ട്. ഇതിലൊന്നാമത് പ്രാദേശികമായിട്ടുള്ള വിപണന മേളകളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ വലിയ ബ്രാൻഡില്ലാത്ത, പരസ്യങ്ങൾക്ക് വലിയ തുക ചെലവഴിക്കാൻ സാധിക്കാത്ത ഉൽപ്പന്നങ്ങളാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ലോക്കൽ മാർക്കറ്റായിരിക്കും. അപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ലോക്കലായിട്ടുള്ള കടകളിലെ ഷെൽഫ് സ്പേസ് കിട്ടണം, അല്ലെങ്കിൽ വിപണന മേളകളിലൂടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് ആളുകൾ അതിലെ ഉപയോഗിച്ചുകൊണ്ട് താല്പര്യപ്പെട്ടുകൊണ്ട് പിന്നെ തിരിച്ചു വരണം. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള വിപണന മേളകളിൽ കൂടുതലായി പങ്കെടുക്കാൻ വേണ്ടി അവസരം ഒരുക്കി എന്നുള്ളതാണ് ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പ്രധാന സ്റ്റെപ്പ്. വിപണന മേളയും ലോക്കൽ സൂപ്പർ മാർക്കറ്റിലുള്ള സ്പേസ് ലഭ്യമാക്കലും അതേപോലെ സ്റ്റോറുകളിൽ സ്പേസ് ലഭ്യമാക്കലും തുടങ്ങിയ കാര്യങ്ങൾ ഒരു വശത്ത് ചെയ്തുകൊണ്ടിരുന്നു. മറുവശത്ത് ഓൺലൈൻ മാർക്കറ്റിംഗ് സംവിധാനത്തിൽ പുതിയ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള പരിശീലനങ്ങളും കൊടുത്തു. ആമസോൺ, ഫ്ലിപ്കാർട്ട്, ONDC എന്ന് പറഞ്ഞ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ്, ഇതിലൊക്കെ കേരളത്തിലെ MSME ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാനും അതിലേക്ക് അപ്ലോഡ് ചെയ്യാനുമുള്ള പരിശീലനങ്ങൾ കൊടുക്കുകയും ഉൽപ്പന്നങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ടാർഗറ്റ് കൊടുത്തുകൊണ്ട് ജില്ലകളിൽ വർക്ക് ചെയ്യുകയും ചെയ്തു. സോ മാർക്കറ്റിങ്ങിന് വേണ്ടി ധാരാളം സഹായങ്ങൾ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ചെയ്യുകയുണ്ടായി. മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്ത 2 വ്യത്യസ്തമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, കേരളത്തിന് വേണ്ടി ഒരു കേരള ബ്രാൻഡ് രൂപീകരിക്കുക എന്നുള്ളതാണ്. കേരള ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാമ്പിങ് കൂടി കൊടുക്കുകയാണ്. ഒരു ഉദാഹരണമായിട്ട് നമ്മൾ തുടങ്ങിയത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ഗുണമേന്മ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ISI മുദ്ര ഉണ്ടാവും, അല്ലെങ്കിൽ എഗ്മാർക്കിൻ്റെ സീൽ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നിലവിലുള്ള ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡുള്ള ഒരു പ്രോഡക്റ്റ്, അതിന് ക്വാളിറ്റി സ്റ്റാൻഡേർഡും പ്രാദേശികമായിട്ട് അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് പോയിട്ടുള്ള ചെറിയൊരു പരിശോധനയും എത്തിക്കലായിട്ടുള്ള പ്രൊഡക്ഷനാണ് എന്നുള്ള ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് രൂപീകരിച്ച് അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു സിമ്പൽ, കേരള ബ്രാൻഡ് കൂടെ നൽകുന്ന പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു. വെളിച്ചെണ്ണക്കാണ് ആദ്യം ചെയ്തത്, ഇപ്പം അടുത്ത 10 ബ്രാൻഡിന് കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കേരള ബ്രാൻഡ് വരുന്നതുകൂടി ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത ഈ പ്രൊഡക്റ്റിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്ത മറ്റൊരു കാര്യം 1 ലോക്കൽ ബോഡി 1 പ്രൊഡക്റ്റ് എന്ന ആശയമാണ്.
പല പ്രാദേശിക തലത്തിലും ഇപ്പോൾ ചില പഞ്ചായത്തിൽ പ്രാദേശികമായിട്ട് അരി ഉൽപ്പാദിപ്പിക്കുകയും ആ അരി പ്രാദേശിക മാർക്കറ്റിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിരിക്കും. മറ്റു സ്ഥലത്ത് ചിലപ്പോൾ മഞ്ഞളായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാദേശികമായി കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സ് പഞ്ചായത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സ്കീം ആവിഷ്കരിക്കുകയാണ് മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്ത മറ്റൊരു കാര്യം. പിന്നെ GI ടാഗുള്ള ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ശില്പശാല നടത്തുകയും GI ടാഗ് പുതുതായിട്ട് ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കാനുള്ള നടപടികളെടുത്തു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ ഒരു മേഖലയിൽ വ്യവസായ വകുപ്പ് ചെയ്യുകയുണ്ടായി. ഇനി അവസാനത്തെ കാര്യം നയരൂപീകരണമാണ്. നയരൂപീകരണം എന്ന് പറയുമ്പോൾ കേരളത്തിലെ നിലവിലുള്ള വ്യവസായ നയം ഒന്ന് മാറ്റിക്കൊണ്ട് 2023 പുതിയ വ്യവസായ നയം രൂപീകരിക്കുകയുണ്ടായി. കൂടുതൽ നിക്ഷേപങ്ങൾ എങ്ങനെ കൊണ്ടുവരാം, MSME മേഖല എങ്ങനെ ശക്തിപ്പെടുത്താം, ഏതൊക്കെ മേഖലയ്ക്ക് മുൻഗണന കൊടുക്കണം, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിന് കൂടുതൽ സബ്സിഡി കൊടുക്കാം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 2023 ആവിഷ്കരിച്ചു. കേരളത്തിലെ MSME ആൻഡ് ലാർജ് ഇൻഡസ്ട്രി മേഖലയിൽ നിക്ഷേപങ്ങൾ കൂടുതലായി വരാനുള്ള ഒരു വലിയ പോളിസിയായിട്ടാണ് ഇൻഡസ്ട്രിയൽ പോളിസിയെ നമ്മൾ കാണുന്നത്. ഇൻഡസ്ട്രിയൽ പോളിസി വന്നതിന് ശേഷം ഈ പോളിസിയുടെ ചുവട് പിടിച്ചുകൊണ്ട് പുതിയ ലോജിസ്റ്റിക് നയം രൂപീകരിച്ചു. ലോജിസ്റ്റിക് മേഖലയിലുള്ള സംരംഭങ്ങൾ കൂടുതലായി വരാൻ വേണ്ടി ഈ ലോജിസ്റ്റിക് നയം ഇപ്പോൾ സഹായിക്കുകയാണ്. പിന്നെ പുതിയ എക്സ്പോർട്ട് നയം വിഭാവനം ചെയ്ത് അതും പബ്ലിഷ് ചെയ്തു. അപ്പോൾ എക്സ്പോർട്ട് നയം കൂടുതൽ ഉൽപ്പന്നങ്ങളെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും അതുവഴി ഉൽപ്പന്നങ്ങൾക്ക് വലിയ മാർക്കറ്റ് ലഭിക്കാനും വേണ്ടി സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. 2-3 പുതിയ പോളിസികൾ കൂടി വ്യവസായ വകുപ്പ് പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ നയരൂപീകരണവും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും മറ്റൊരു പ്രധാനപ്പെട്ട വേർട്ടിക്കലായിട്ട് കാണുകയാണ്. ഇതുകൂടാതെ നയരൂപീകരണത്തിൻ്റെ ഭാഗമായി കാണേണ്ട മറ്റൊരു കാര്യം, വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി കേര എന്നുള്ള ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുകയും അതുവഴി സംരംഭങ്ങൾക്ക് കൂടുതൽ സഹായം കൊടുക്കുകയും ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സപ്പോർട്ടോടുകൂടി റാമ്പ് എന്ന പേരിൽ മറ്റൊരു പദ്ധതി രൂപീകരിച്ചു. അപ്പോൾ ഒരു ഹയർ സ്കെയിലിൽ മാർക്കറ്റിംഗ് സപ്പോർട്ട് ലോക്കലായിട്ട് കൊടുക്കുകയാണ്, ഇൻഫ്രാസ്ട്രക്ചർ ലോക്കൽ പ്രാദേശിക തലത്തിൽ ഇമ്പ്രൂവ് ചെയ്യുകയാണ്, അതേപോലെ ഫെസിലിറ്റേഷൻ പ്രാദേശിക തലത്തിൽ എല്ലാ സംരംഭവും കൊടുക്കുകയാണ്. ഇതുകൂടാതെ കുറച്ചുകൂടെ ബ്രോഡർ തലത്തിൽ ഇത്തരത്തിൽ ലോകബാങ്കിൻ്റെ സഹായത്തോടുകൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 100 കോടിയുടെ സഹായത്തോടുകൂടി ലോകബാങ്കിൻ്റെ സഹായം 800 കോടി രൂപയാണ്. അതേപോലെ സംസ്ഥാനത്തിന് വേണ്ടി നയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് കൂടെ ഈ MSME മേഖലയെ ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. സോ ഇത്തരത്തിൽ സമഗ്രമായിട്ടുള്ളൊരു പ്ലാനിംഗ് ആണ് ഇയർ ഓഫ് എൻ്റർപ്രൈസ് എന്ന ക്യാമ്പയിനും അതിനോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ ഇൻഫ്രാസ്ട്രക്ചർ, പോളിസി, ഫെസിലിറ്റേഷൻ, സബ്സിഡി സ്കീമുകൾ, അങ്ങനെ എല്ലാ മേഖലയിലും മാറ്റങ്ങൾ വരികയും ഫീൽഡ് തലത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന തരത്തിൽ സംരംഭകർ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തതാണ് കേരളത്തിലുള്ള MSME എക്കോസിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാൻ ഇയർ ഓഫ് എൻ്റർപ്രൈസ് എന്ന ക്യാമ്പയിനിലൂടെ സാധിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു പോളിസി ഒരു സെക്ടറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വർഷങ്ങൾ കൊണ്ട് ഒരു പോളിസി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതേപോലെ മറ്റ് മേഖലകളിലും ഒരു 3 വർഷം കൊണ്ട് എങ്ങനെ മറ്റൊരു മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഇതിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത്തരത്തിൽ ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരിലൂടെയും വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ ആൻഡ് താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.